നമസ്കാരം. വെറും 2 വർഷങ്ങൾക്ക് മുൻപ് വരെ ക്ലീൻ ഷേവ് ചെയ്ത് സിഖ് മതത്തിന്റെ യാതൊരുവിധ അടയാളങ്ങളുമില്ലാതെ ഒരു സാധാരണ പഞ്ചാബിയായി മാത്രം ദുബായിൽ ജീവിച്ചു പോന്നിരുന്ന യുവാവായിരുന്നു അമൃത്പാൽ സിംഗ്. പിന്നീട് അയാൾ വാരിസ് പഞ്ചാബ് എന്ന സംഘടനയുടെ പേരിൽ വാർത്തകളിൽ നിറയുന്നു. ഭിന്ദ്രൻവാലയുടെ പുനർജന്മം എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്നു. ഒരേ സമയം തന്നെ വില്ലനായും നായകനായും കഥകളിൽ അയാൾ നിറഞ്ഞു നിന്നു. ഏറെ നാളത്തെ കോളിളക്കങ്ങൾക്കൊടുവിൽ ഭിന്ദ്രൻവാല രണ്ടാമൻ എന്ന് കൊട്ടിഘോഷിച്ച അമൃത്പാൽ സിംഗ് ഇപ്പോൾ അസമിലെ ദിബ്രുഗഡ് ജയിലിലാണുള്ളത്. ഖാലിസ്ഥാൻ വിഘടനവാദിയും വാരിസ് പഞ്ചാബ്ദയുടെ തലവനുമായ അമൃത്പാൽ സിംഗിന്റെ കീഴടങ്ങിന് പിന്നാലെ തന്നെ ഇയാളെ അതീവ സുരക്ഷയുള്ള അസമിലെ ദിബ്രുഗഡ് ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. സിംഗിനെ പാർപ്പിക്കുന്ന അതീവ സുരക്ഷയുള്ള ദിബ്രുഗഡ് സെൻട്രൽ ജയിലിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആ സമയത്ത് തന്നെ അധികൃതർ അറിയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അമൃത്പാൽ സിംഗിന്റെ 9 അനുയായികളും അദ്ദേഹത്തിനൊപ്പം തന്നെ ഈ സെൻട്രൽ ജയിലിലാണുള്ളത്. അമൃത്പാലിന്റെ ജയിലിലെ ആദ്യ ദിനത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകളും മറ്റും വലിയ തോതിൽ നമ്മുടെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചിരുന്നു. തങ്ങളെ എതിർത്താൽ അമിത്ഷായ്ക്കും ഇന്ദിരാഗാന്ധിയുടെ വിധി വരുമെന്ന് പറഞ്ഞ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിക്ക് നേരെ ഭീഷണി മുഴക്കിയ അമൃത്പാൽ സിംഗ് ഇപ്പോൾ ഇരുട്ടുമുറിയിൽ ഏകാന്ത തടവുകാരനായാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ അമൃത്പാൽ സിംഗ് പഞ്ചാബിലെ ബദൂർ സാഹിബ് മണ്ഡലത്തിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ദിബ്രുഗഡ് ജയിലിൽ വെച്ച് അദ്ദേഹവുമായി ഇതേപ്പറ്റി സംസാരിച്ചുവെന്ന് അമൃത്പാൽ സിംഗിന്റെ അഭിഭാഷകനായ രാജ്ദീപ് സിംഗ് ഖൽസയാണ് മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് ഈ അമൃത്പാൽ സിംഗ് എന്ന വിഘടനവാദി എത്തുമോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിന് ഇദ്ദേഹത്തെ സഹായിക്കാൻ പുറത്തുനിന്ന് ആരൊക്കെ പിന്തുണ നൽകുന്നുണ്ട് എന്ന ഒരു ചോദ്യം കൂടി ഇതിനിടയിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അന്തിമമായ തീരുമാനമൊന്നും ആയിട്ടില്ല എങ്കിൽ പോലും സ്വതന്ത്രനായി അമൃത്പാൽ സിംഗ് ഒരുപക്ഷെ മത്സരിച്ചേക്കാം എന്നുള്ള ആ അഭ്യൂഹം അത് പഞ്ചാബിലെ രാഷ്ട്രീയത്തെ കൂടുതൽ ചൂടുപിടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, അമൃത്പാൽ സിംഗിന് വേണ്ടി ഇന്ത്യക്ക് പുറത്തു പോലും വലിയ തോതിലുള്ള മുറവിളി ഉയർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നയതന്ത്ര കേന്ദ്രങ്ങൾ പോലും ആക്രമിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് അത് നീണ്ടുപോവുകയും ചെയ്തു. ഭിന്ദ്രൻവാലയുടെ വേഷഭൂഷാദികളൊന്നും തന്നെ ഇപ്പോൾ അമൃത്പാൽ സിംഗിനില്ല. കാരണം അദ്ദേഹം ജയിലൊഴിക്കുള്ളിൽ വെറും ഒരു തടവുകാരൻ മാത്രമാണ്. ജയിൽ കുപ്പായം മാത്രമേ അവകാശപ്പെടാനുള്ളൂ. അനുയായികൾ അടുത്ത് തന്നെ ഉണ്ട് എങ്കിൽ പോലും പഴയതുപോലെ ഒരു ഡോണിന്റെ അല്ലെങ്കിൽ ഒരു ഗ്യാങ്സ്റ്ററിന്റെ വലിയ എൻട്രിയോട് കൂടിയൊന്നും നടക്കാൻ സാധിക്കില്ല. ഈ അനുയായികളൊക്കെ ഒരേ ജയിലിലാണ് എങ്കിൽ പോലും ഇവരുമായി ഒന്നും സംസാരിക്കാനോ കാണാനോ ഉള്ള അനുമതി അമൃത്പാൽ സിംഗിനില്ല. വർഗീയത പ്രചരിപ്പിക്കൽ, സംഘർഷമുണ്ടാക്കൽ, കൊലപാതക ശ്രമം, പോലീസുകാരെ ആക്രമിക്കൽ, പൊതുപ്രവർത്തകരുടെ നിയമാനുസൃതമായ ഡ്യൂട്ടി നിർവഹണത്തിൽ തടസ്സമുണ്ടാക്കി തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകൾ ഇതിനോടകം തന്നെ അമൃത്പാൽ സിംഗിന് നേർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അമൃത്പാൽ സിംഗിന്റെ പുറത്തുള്ള സഹായികളിൽ നിന്നും വലിയ തോതിൽ തോക്കുകളുടെ ശേഖരം കണ്ടെത്തിയതിനെ തുടർന്ന് ആയുധ നിയമപ്രകാരവും ദേശീയ സുരക്ഷാ നിയമപ്രകാരവും അമൃത്പാൽ സിംഗിനെതിരെ കുറ്റം ചുമത്തിയിട്ടുമുണ്ട്. എന്തായാലും ഭിന്ദ്രൻവാലയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ മല പോലെയുള്ള ഒരു എൻട്രി തന്നെയായിരുന്നു ഈ അമൃത്പാൽ സിംഗും നടത്തിയിരുന്നത്. പക്ഷേ ഒളിച്ചിരുന്ന് ഒടുവിൽ ഗത്യന്തരമില്ലാതെ കീഴടങ്ങേണ്ടി വന്നു അമൃത്പാലിന് ഒരു ഭീരുവിനെ പോലെ. അതോടുകൂടി അമൃത്പാൽ സിംഗിന്റെ ഹീറോ ഇമേജും തകർന്ന മട്ടിൽ തന്നെയാണ്. അങ്ങനെ തകർന്നു പോയ ഹീറോ ഇമേജ് ഒരിക്കൽ കൂടി പുനർനിർമ്മിക്കാൻ തന്നെയാവണം ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഈ എൻട്രി എന്ന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ എന്തായാലും സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അമൃത്പാലിന്റെ തന്നെ അഭിഭാഷകൻ ഇത് പറയുമ്പോൾ ഈ വിഷയത്തിന് ഗൗരവമേറുന്നുണ്ട്. അമൃത്പാൽ സിംഗിന് വലിയ തോതിലുള്ള പിന്തുണയുണ്ട് എന്ന കാര്യം രാജ്യം കണ്ടതാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് അമൃത്പാലിന് അത്രയധികം നാൾ ഈ രാജ്യത്തെ മുഴുവൻ സെക്യൂരിറ്റി സിസ്റ്റത്തെയും കബളിപ്പിച്ചുകൊണ്ട് ഒളിവിലിരിക്കാൻ സാധിച്ചത്. വലിയ തോതിലുള്ള പിന്തുണ ഈ വിഘടനവാദിക്ക് പഞ്ചാബിൽ നിന്നും ലഭിച്ചിരുന്നു. അതുമാത്രമല്ല, പഞ്ചാബിന് പുറത്തു നിന്നുള്ള ഖാലിസ്ഥാൻ അനുകൂല സംഘടനകൾ പോലും അമൃത്പാൽ സിംഗിന് വേണ്ടി ഫണ്ട് ചെയ്തിരുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്തായാലും അമൃത്പാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും വീണ്ടും ആ പേര് വാർത്തകൾ നിറയും എന്നുറപ്പാണ്.